ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശന് നിറഞ്ഞ കയ്യടി കിട്ടുന്ന വിധത്തിൽ മനോരമ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിടുകയാണ്. 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്ന് MVD, വാഹനങ്ങളിൽ 18 തരം രൂപമാറ്റങ്ങൾക്ക് അനുമതി, വാക്കുപാലിച്ച് മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു ആ വാർത്ത. കേട്ട പാതി കേൾക്കാത്ത പാതി ഈ നാട്ടിലെ സകല ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ PR സംഘങ്ങളും അതുപോലെ മറ്റു മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത അങ്ങനെ തന്നെ ഏറ്റെടുത്തു. കാരണം ഇന്നലെ റിപ്പോർട്ടർ TV പറഞ്ഞത് കേരളത്തിൽ വാഹന മാറ്റങ്ങൾക്ക് അനുമതി നൽകാനുള്ള നീക്കം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തെ മറികടന്നുകൊണ്ട് കേരളത്തിൽ മാത്രം എങ്ങനെയാണ് മോഡിഫിക്കേഷൻ നൽകാൻ കഴിയുക എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ TV മോഡിഫിക്കേഷൻ നടത്താൻ പറ്റില്ല എന്ന തരത്തിൽ വാർത്ത കൊടുത്തത്. പക്ഷെ അതിന് കൗണ്ടറായി മുഖ്യമന്ത്രിയുടെ PR ടീമും അതുപോലെ തന്നെ മനോരമ ന്യൂസും ഒക്കെ ഇന്നിതാ മുഖ്യമന്ത്രി വാക്കുപാലിക്കുന്ന മുഖ്യമന്ത്രിയാണ്, 18 മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. സ്വാഭാവികമായും ജനങ്ങളെല്ലാം കൈയടിക്കും, തുള്ളിച്ചാടും, ഇഷ്ടം പോലെ മോഡിഫിക്കേഷനുകൾ നടത്താമല്ലോ എന്ന് പറഞ്ഞ് ജെൻസി സന്തോഷിക്കും, വാഹനപ്രേമികൾ സന്തോഷിക്കും, ഈ കച്ചവടക്കാരും വലിയ തോതിൽ സന്തോഷത്തിലാകും. പക്ഷേ ഇതിന് യാഥാർത്ഥ്യം എന്താണ് എന്ന് എത്ര പേർ പരിശോധിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പൂക്കി മുഖ്യമന്ത്രി എന്ന വിളിപ്പേരിന് കാരണമായത് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യവും വി ഡി സതീശന്റെ ആ പ്രത്യേക എക്സ്പ്രഷനും മറുപടിയും അതിന്റെ പ്രചാരണവും ഒക്കെ ഒരു കൃത്യമായ PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ് എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു വസ്തുത. അതായത് കൊല്ലം ആസ്ഥാനമായിട്ടുള്ള ഒരു PR കമ്പനി വി ഡി സതീശന് വേണ്ടി നിരവധി ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ പേജുകളെ കൂട്ടുപിടിച്ച് നടത്തിയ ഒരു PR എക്സസൈസിന്റെ ഭാഗമായിട്ടാണ് ഈ പൂക്കി കഥ വന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ളതൊന്നും ആയിരുന്നില്ല എന്ന് ഈ സമയങ്ങളിൽ കഥകൾ പ്രചരിച്ചിരുന്നു. അത് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ, എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ ഒരു തട്ടിക്കൂട്ട് മോഡിഫിക്കേഷൻ അനുമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിങ്ങളൊന്ന് പരിശോധിക്കുക ഇതിന്റെ ആഴങ്ങളിലേക്ക്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത അനുമതി പ്രകാരം 18 മോഡിഫിക്കേഷനുകൾ. ആ മോഡിഫിക്കേഷന്റെ ലിസ്റ്റ് ഒന്ന് നോക്കൂ. സീറ്റ് കവർ, ഡോർ വൈസർ, ഫ്ലോർ മാറ്റ്, മഡ് ഫ്ലാപ്പ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, ക്രോം ഗാർണിഷ്, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്സ്, റൂഫ് കാരിയേഴ്സ്, സൈസ് ലിമിറ്റഡ്, സൺഫിലിം, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കേഴ്സ് എന്നിവയാണ് ആ ഐറ്റങ്ങൾ. ഇനി അതുപോലെ തന്നെ കളർ മാറ്റം, സ്റ്റിക്കർ മാറ്റം എന്നിവയ്ക്കൊക്കെ പണമടയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റുകൾ, പല കളറുകളിലുള്ള ലൈറ്റുകൾ, അതുപോലെ ബസ്സുകളിൽ പാട്ട് സെറ്റ് അല്ലെങ്കിൽ ബസ്സുകളിൽ സ്പീക്കറുകൾ എന്നിവയൊക്കെ അനുമതി പ്രകാരം വെക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ആകത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണോ യഥാർത്ഥത്തിൽ മോഡിഫിക്കേഷൻ? വാഹനപ്രേമികൾ ഇഷ്ടപ്പെടുന്ന മോഡിഫിക്കേഷന്റെ ഗണത്തിൽ പെടുന്നതാണോ ഈ ലിസ്റ്റ്? ഇപ്പൊ നോക്കൂ, സീറ്റ് കവർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം വാങ്ങിയാൽ ആഫ്റ്റർ മാർക്കറ്റായി വെക്കുന്നതാണ്. ഡോർ വൈസറുകൾ, അതായത് മഴ വെള്ളം ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ ഡോറിന് മുകളിൽ വെക്കുന്ന ആ വൈസർ. അതുപോലെ ഫ്ലോർ മാറ്റ്, ഇത് ആഫ്റ്റർ മാർക്കറ്റായി നമുക്ക് വാഹനം വാങ്ങുമ്പോൾ തന്നെ ഷോറൂമുകാർ വെച്ച് തരുന്നതാണ്. മഡ് ഫ്ലാപ്പുകൾ, മഡ് ഫ്ലാപ്പ് ഇല്ലാതെ ഒരു വാഹനവും ഇറങ്ങുന്ന സാഹചര്യമില്ല. സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരുവിധപ്പെട്ട വാഹനങ്ങളിലൊക്കെ ഉണ്ട്. ക്രോം ഗാർണിഷ്, ക്രോമിന്റെ സ്റ്റിക്കറുകളാണ് ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ് ക്യാമറ, ഇത് ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ് ആയി വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസറുകൾ, അത് എല്ലാ വാഹനങ്ങളിലും തന്നെയുണ്ട്, കാറുകളിൽ എല്ലാത്തിലും തന്നെയുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്ക്, അത് എല്ലാ വാഹനങ്ങളും കെട്ടിവലിച്ചു പോകുന്നതിനുള്ള ഒരു ഹുക്കാണ്, അത് എല്ലാ വാഹനങ്ങളിലും വരുന്നൊരു കാര്യമാണ്. റൂഫ് കാരിയറുകൾ എല്ലാ വണ്ടികൾക്കും തന്നെ വെക്കാവുന്ന ഒരു സാധനമാണ്, അതിന് ഇപ്പോഴും നിയമ തടസ്സമില്ല. അതുപോലെ സൺഫിലിം 30% ഉള്ളത് 50% ആക്കിയിട്ടുണ്ട്. GPS ട്രാക്കറുകൾ, അതുപോലെ ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ, ഇതൊക്കെ ഇപ്പോഴും നിയമവിധേയമായി എല്ലാവരും വെക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ലിസ്റ്റ് നോക്ക്. ഇതിൽ എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഡാഷ് ക്യാം വെച്ചതിന് ആർക്കെങ്കിലും പെറ്റിയടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സീറ്റ് കവറിന്റെ കളർ മാറ്റിയത് കൊണ്ട് ആർക്കെങ്കിലും പെറ്റിയടിക്കുന്നുണ്ടോ? ഇതൊക്കെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ വാഹന മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നേ. ഇതെന്തോ പ്രത്യേക ഔദാര്യമായി സതീശന്റെ അനുമതിയായി അങ്ങ് വ്യാഖ്യാനിച്ച് വലിയ തോതിൽ അതിന് പ്രചാരണം കൊടുത്ത് അദ്ദേഹം വാക്കുപാലിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വി ഡി സതീശൻ ആർജവമുള്ള മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷത്തെ നിയമസഭയിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ധനകാര്യ ദുർവിനിയോഗത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ ധവളപത്രമായി മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ സാധാരണ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ വി ഡി സതീശൻ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട PR എക്സർസൈസ് നടത്തേണ്ട എന്ത് ഗതികേടാണ് വി ഡി സതീശനുള്ളത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വി ഡി സതീശനെ ചുറ്റിപ്പറ്റി ഒരുപാട് PR ഏജൻസികൾ നിൽക്കുന്നുണ്ട്.
കുറെ വിഡ്ഢികളായിട്ടുള്ള മണക്കൂസന്മാരായിട്ടുള്ള യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വൃത്തികേട് പറഞ്ഞ് നടക്കുന്ന ആളുകളും VD സതീശൻ ഞങ്ങളുടെ ആളാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ കുറെ കാലമായി പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനോട് പറയുന്നത്, അങ്ങ് ഇതുപോലുള്ള തരം താഴ്ന്ന പ്രചാരകരുടെ ടൂളായി മാറരുത്. അങ്ങേക്ക് അങ്ങയുടേതായ ലെഗസി ഉണ്ട്, അത് അങ്ങേക്ക് അങ്ങയുടേതായ കരുത്തുണ്ട്. അത് കൃത്യമായി ജനങ്ങൾ ലൈവായിട്ട് നിയമസഭയിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നിറഞ്ഞ കയ്യടി ജനങ്ങൾ നൽകുന്നുമുണ്ട്. പക്ഷെ ഈ വക ഉഡായിപ്പ് PR പരിപാടികൾ അത് ആരാണ് ചെയ്തതെങ്കിലും അവരെ നിലയ്ക്ക് നിർത്താൻ അങ്ങ് തയ്യാറാകണം. കാരണം ഒരു സീറ്റ് കവർ വെക്കുന്നത് മോഡിഫിക്കേഷനാണ്, അതിന് ഇതാ VD സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു PR വർക്ക് നടത്തേണ്ട എന്ത് ഗതികേടാണ് അങ്ങേക്കുള്ളത്? മുമ്പ് പിണറായി സർക്കാരിന്റെ കാലത്തും സംഭവിച്ചതൊക്കെ തന്നെയാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില PR ഗ്രൂപ്പുകൾ, ചില ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ അദ്ദേഹത്തിന് അപദാനങ്ങൾ പാടുന്നു എന്നതിന്റെ പേരിൽ ആ സർക്കാരിനെ വെറുപ്പിക്കുന്ന വിധത്തിൽ കുറെ തള്ളുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ VD സതീശൻ അധികാരത്തിലേറിയത് തൊട്ടു പിന്നാലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ചില ഓൺലൈൻ പുങ്കവന്മാർ സതീശൻ നമ്മുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ സതീശനൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇട്ട് ആളാകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. VD സതീശൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ജനകീയ യാത്രകൾ നടത്തുന്ന സമയത്ത് ഒരുപാട് പേരൊപ്പം വരും, തെരഞ്ഞെടുപ്പ് കാലമാണ്, അവർക്കൊപ്പം നിന്ന് അങ്ങ് സെൽഫി എടുക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഇപ്പോ ഈ ടീമുകൾ എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ച് വന്ന് ഇതുപോലുള്ള വ്യാജ പ്രചാരണങ്ങൾ, അതായത് മോഡിഫിക്കേഷൻ അനുമതി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രചാരണം, ഇത് ശരിക്കും തെറ്റാണെന്നേ. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടയറിന്റെ സൈസ് കൂട്ടുക, വണ്ടിയുടെ ഹൈറ്റ് കൂട്ടുക, പിന്നെ അതുപോലെ തന്നെ അതിതീവ്രമായ ലൈറ്റുകൾ വെക്കുക, ഹെഡ് ലൈറ്റുകൾ വെക്കുക, മറ്റുള്ളവരെ കണ്ണടിച്ച് കളയുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിപ്പോൾ MVD പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മോഡിഫിക്കേഷൻ ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. അത് അങ്ങേക്കും കഴിയില്ല, കേന്ദ്ര നിയമമാണ്. പിന്നെ സ്റ്റിക്കറുകൾ, ഈ സ്റ്റിക്കർ വർക്കുകൾ ചെയ്യാം, അതിന് പൈസ അടച്ചാൽ മതി, അല്ലെങ്കിൽ പെയിന്റ് മാറ്റാം, അതിന് പൈസ അടച്ചാൽ മതി. ഇത് കാലങ്ങളായിട്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമമാണ്. ഇപ്പൊ വാഹനങ്ങളിൽ പരസ്യം, സ്റ്റിക്കറുകൾ, ചില സിനിമാ കമ്പനികളൊക്കെ സിനിമയുടെ പോസ്റ്റർ വണ്ടിക്ക് ചുറ്റും ഒട്ടിച്ച് പോകുന്ന കാണാറുണ്ട്. അത് പ്രത്യേകം ഫീസ് അടച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്, അത് നിയമത്തിലുള്ള കാര്യമാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. സ്വാഭാവികമായി ഒരു വാഹനം ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ചെയ്യുന്ന ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റിങ്ങുകൾ, ഈ റൂഫ് റെയിലും അതുപോലെയുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും റിവേഴ്സ് ക്യാമറയും സീറ്റ് കവറും സ്റ്റിയറിംഗ് കവറും ഫ്ലോർ മാറ്റും, ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റിങ്ങുകളായിട്ട് ഒരു വാഹനം പുറത്തിറക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതാണ് ഞങ്ങൾ നൽകുന്ന ഉദാരമായ മോഡിഫിക്കേഷൻ അനുമതി. പൂക്കികളെ തൃപ്തിയായില്ലേ, ജെൻസി ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പിള്ളേരെ ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായ രീതിയിൽ വ്യാജം പടച്ചുവിട്ട് ഒരു പ്രചാരണം നടത്തേണ്ട, PR എക്സർസൈസ് നടത്തേണ്ട ഒരു ഗതികേടും ശ്രീ VD സതീശനില്ല. അതുകൊണ്ട് ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന കാര്യമാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ അപകടമില്ലാതാക്കാൻ വെള്ള പെയിന്റ് അടിച്ചു. ആ തീരുമാനം തിരുത്താൻ കഴിയുമോ? ഇപ്പൊ സ്വകാര്യ ബസ്സുകൾ 140 കിലോമീറ്ററിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾക്ക് സൂപ്പർ ക്ലാസ് പെർമിറ്റ് കൊടുക്കാൻ കഴിയുമോ? വൃത്തിയും വെടിപ്പുമുള്ള നല്ല സീറ്റുകളുള്ള സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്ന AC ഒക്കെ സ്വന്തം ചെലവിൽ വെച്ച് ജനങ്ങളെ സേവിക്കുന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ സഹായിക്കാൻ VD സതീശന് സാധിക്കുമോ? ഈ MVDക്ക് സാധിക്കുമോ? അതാണ് ചോദ്യം. അതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാൻ കഴിയുമോ? ഇപ്പൊ ഈ കളർ കോഡ് എന്ന് പറയുന്ന സംവിധാനം, ആ പരിഷ്കാരം ഇല്ലാതാക്കാൻ കഴിയുമോ? മലയോര മേഖലകളിലടക്കം സൂപ്പർ ക്ലാസ് പെർമിറ്റുകളെല്ലാം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ പ്രൈവറ്റ് ബസ്സുകൾക്ക്? ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് പരിഹരിക്കേണ്ടത് ആദ്യമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡിഫിക്കേഷനേക്കാളൊക്കെ അപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാതെ ഈ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റിങ്ങുകളായിട്ട് കാലങ്ങളായി വെച്ചു പോരുന്ന, നിയമതടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും നാൾ ആളുകൾ ചെയ്തു പോന്നിരുന്ന ഈ സീറ്റ് കവർ പോലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളിലൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യാജ പ്രചാരണം നടത്തരുത്. ഇത്തരം പ്രചാരണങ്ങൾ, അത് ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളുകൾക്ക് ഈ പ്രചാരണങ്ങൾ തെറ്റാണ് എന്ന് വ്യക്തമായി മനസ്സിലാകും. ഇപ്പൊ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന നല്ല തീരുമാനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ വരട്ടെ എന്നാണ് പറയാനുള്ളത്. അതിന് മുഖ്യമന്ത്രി VD സതീശൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പൊ KSRTC ബസ്സുകൾ കുറെ കൂടി മനുഷ്യന് കയറാൻ പറ്റുന്ന രൂപത്തിലാക്കാൻ വേണ്ടി ഫണ്ട് അനുവദിക്കുക. അതുപോലെ തന്നെ KSRTC ബസ്സുകൾ പ്രൈവറ്റ് ബസ് വ്യവസായത്തെ തകർക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന വിഷയങ്ങൾ. അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാതെ ഇതുവരെ നടത്തിപ്പോകുന്ന കാര്യങ്ങൾ അതൊക്കെ ഇനിയും തുടർന്നോളൂ, അതിനെൻ്റെ അനുമതി ഉണ്ട് എന്ന രീതിയിൽ ഇത്തരം PR ക്യാമ്പയിനുകളിൽ തല വെച്ച് കൊടുക്കാതിരിക്കുക CM എന്നാണ് എനിക്ക് പറയാനുള്ളത്.